നമ്മൾ വിശ്വസിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. യേശു ക്രിസ്തുവിനെ പറ്റി പറയാതെ ആരും അറിയില്ലല്ലോ. അറിയാവുന്ന മക്കൾ അത് പറയുന്നു, യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും ജനിച്ചത്, ഈ ലോകത്തിൽ വന്ന് പിറന്നത്, നമ്മുടെയൊക്കെ പൂർവികന്മാരും മാതാപിതാക്കന്മാരും ഏത് മതത്തിലൂടെ കടന്നു പോകുന്നു അതിലൂടെ വിശ്വസിച്ച് കുറച്ചുമാണ് നമ്മൾ കടന്നു പോരുന്നത്. പക്ഷേ എന്നാൽ മക്കളെ, പ്രിയപ്പെട്ടവരെ, യേശു ഒരു ജാതിയും മതവും സൃഷ്ടിച്ചിട്ടില്ല. അവിടുന്ന് ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരിലേക്ക് ചൊരിയാൻ വേണ്ടി ഈ ലോകത്തിൽ വന്ന് പിറന്നു. ദൈവത്തിന് ജാതിയോ മതമോ എന്നുള്ള ഒരു ചിന്തയുമില്ല. ഈ ലോകത്തിലെ നമ്മുടെ ചെറിയ ജീവിതത്തിലാണ് മനുഷ്യ മക്കൾ ജാതിയും മതവും ഒക്കെ നോക്കുന്നത്. നമ്മുടെ എല്ലാം ജീവിതം ദിവസവും നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ വിരിയുന്ന ഒരു പൂ പോലെയാണ്. പൂ രാവിലെ വിരിയുമ്പോൾ നമുക്ക് എന്ത് ഭംഗിയാ കാണാനായിട്ട്. ഒരു റോസയാണേലും എന്ത് പൂവാണേലും നല്ല ഭംഗിയാ കാണാൻ. വൈകുന്നേരം ആകുമ്പോൾ സൂര്യന്റെ ചൂടേറ്റ് അത് വാടുന്നു. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാം രാവിലെ ജോലിക്കായും നമ്മുടെ ആവശ്യങ്ങൾക്കായും രാവിലെ ഭവനത്തിൽ നിന്ന് ഉഷാറോടെ പുറപ്പെട്ടു പോകുന്നു. വൈകുന്നേരം നമ്മൾ അവശരായി തിരിച്ചെത്തുന്നു. നമ്മുടെ ജീവിതം നമ്മൾ അറിയാതെ തന്നെ കടന്നു പോകുന്നു. പ്രിയപ്പെട്ട, ഇങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിനൊരു അവസാനമുണ്ട്. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. നമ്മുടെ മരണം എപ്പോഴാണെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ ഉള്ളിലേക്ക് ഇവിടുന്ന് ശ്വാസം പുറകോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കുന്നു. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു. എന്തായാലും ഈ ലോകത്തിൽ നമ്മൾ മോടിയായി കൊണ്ടു നടക്കുന്ന ഈ ശരീരം മണ്ണിനോ തീക്കോ വിട്ടുകൊടുത്തിട്ട് നമ്മുടെ ആത്മാവ് മാത്രമാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്നത്, നമ്മുടെ നന്മയുടെയും തിന്മയുടെയും കണക്കെടുക്കാനായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മൾ ഏത് സ്ഥലത്താണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മൾ ചെയ്ത നന്മയാണോ തിന്മയാണോ നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പൊ അതനുസരിച്ചാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വിധി വരിക. പ്രിയപ്പെട്ടവരെ, സ്വർഗവും നരകവും ഉണ്ടെന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിനെ അഭിമുഖീകരിക്കേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അതിന് ദൈവം നമ്മെ സഹായിക്കാൻ വേണ്ടിയാണ് തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അവനെ പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് അവൻ കുരിശിൽ പീഡകളേറ്റു മരിച്ചു. ഒരു തെറ്റും ചെയ്തിട്ടില്ല ദൈവത്തിന്റെ പ്രിയപുത്രൻ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാൻ വേണ്ടി മാത്രമാണ് അവന്റെ കൈകളിലും കാലുകളിലും ഒക്കെ ആണികൾ അടിച്ചു കയറ്റുകയും അവന്റെ ശരീരത്തിലൂടെ ചാട്ടവാറടിയേറ്റ്, ചാട്ടവാറടി എന്ന് പറഞ്ഞാൽ ഈ ചാട്ടയുടെ അറ്റത്തൊക്കെ ഉരുക്കിന്റെ കഷ്ണങ്ങളും അസ്ഥി കഷ്ണങ്ങളും മുള്ളുകളും എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ചാട്ട. ഈ ചാട്ട ശരീരത്തിൽ അടിയേൽക്കുമ്പോൾ ആ അടി വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് മാംസവും മാംസക്കട്ടകളും എല്ലാം ഇളകി തെറിച്ചു പോകുന്നു. ഈശോ ഇതെല്ലാം സഹിച്ചത്, അവനൊരക്ഷരം പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല. അവൻ ഇതെല്ലാം സഹിച്ചത് നമ്മുടെ എല്ലാം പാപങ്ങൾ